വിഷയത്തിൽ CPIM-ലെ ഭിന്നത തള്ളാതെ MA ബേബി നേതാക്കൾ അഭിപ്രായം പറയുമ്പോൾ സൂക്ഷിക്കണം, പാർട്ടിക്ക് പോറലേൽക്കാതെ നോക്കണം, ഒറ്റയ്ക്കല്ല പാസുകൾ നൽകി വേണം മുന്നോട്ട് പോകേണ്ടതെന്ന് പാർട്ടിയിലെ അഭിപ്രായ ഭിന്നതയെപ്പറ്റി ജനറൽ സെക്രട്ടറി വ്യംഗ്യത്തിൽ വിമർശിച്ചു. പാർട്ടി തിരിച്ചടി നേരിടുന്ന ഈ സമയത്ത് കൂടുതൽ ജാഗ്രത വേണമെന്നും MA ബേബി മുന്നറിയിപ്പ് നൽകി. പാർട്ടിയിൽ നടക്കുന്ന അഭിപ്രായ ഭിന്നത സംബന്ധിച്ച പ്രതികരണവും ഫുട്ബോളിനെ കൂട്ടുപിടിച്ചായിരുന്നു. ഒറ്റയ്ക്കല്ല പാസുകൾ നൽകി മുന്നോട്ട് പോകണമെന്ന സന്ദേശമാണ് ഫുട്ബോൾ എല്ലാവർക്കും നൽകുന്നത്. അസിസ്റ്റ് ഇല്ലാതെ ഗോൾ അടിക്കാൻ കഴിയില്ല. ഇത് പരസ്പര സഹകരണം എന്ന സന്ദേശം നൽകുന്നു. വീഴ്ചകൾ സംഭവിച്ചാൽ തിരിച്ചറിഞ്ഞ് കുറവുകൾ പരിഹരിക്കാൻ അടുത്ത പകുതിയിൽ ശ്രമിക്കണം. MA ബേബി വാചാലനായി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇത് ബാധ്യമാണ്. അപ്പം ഹാഫ് ടൈമിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പകുതിയിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ വീഴ്ചകളില്ലെന്ന് അഭിനയിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. വീഴ്ചകളൊരു എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിഞ്ഞിട്ട് കോച്ച് പറയുന്നതനുസരിച്ച് അടുത്ത ഹാഫിൽ ആ കുറവുകൾ പരിഹരിക്കാൻ ശ്രമിക്കണം. രാജ്യത്ത് റഫറി ഭരിക്കുന്ന പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നു. എതിർ ടീമിനെയും റഫറിയെയും വിലയ്ക്ക് വാങ്ങുന്ന സാഹചര്യമാണ് എന്നിങ്ങനെ ദേശീയ പൊതു സാഹചര്യങ്ങളെ ആകെ ഫുട്ബോളിന്റെ ഭാഷയിൽ വിലയിരുത്തുന്ന മട്ടിലാണെങ്കിലും പരസ്യമായ ഉൾപാർട്ടി തർക്കത്തിൽ ജനറൽ സെക്രട്ടറി വ്യംഗ്യത്തിൽ നിലപാട് വ്യക്തമാക്കി. പാർട്ടിക്ക് പോറലേൽപ്പിക്കുന്ന അഭിപ്രായ പ്രകടനം നേതാക്കൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് തിരിച്ചടി നേരിടുന്ന ഈ സമയത്ത് ഐക്യം ഉയർത്തുന്ന നിലപാടുകൾ വേണം പറയാൻ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽപ്പെട്ടവർ അഭിപ്രായം പറയുമ്പോൾ അത് പാർട്ടിക്ക് പോറലേൽക്കാത്ത വിധത്തിലായിരിക്കും. അത് ഞാൻ ഉൾപ്പെടെ, ജനറൽ സെക്രട്ടറിയായ ഞാൻ ഉൾപ്പെടെ പാർട്ടിയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശേഷിച്ച് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇപ്പം പാർട്ടി കേരളത്തിൽ വലിയൊരു തിരിച്ചടിയൊക്കെ നേരിട്ട് രാജ്യത്ത് തന്നെ പാർട്ടി വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാർട്ടിയിൽപ്പെട്ടവർ പറയുന്നതൊന്നും പാർട്ടിക്ക് ദോഷമാകുന്ന വിധത്തിൽ ആകാൻ പാടില്ല. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംബന്ധിച്ച് നേതാക്കൾ ഭിന്നാഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതിനെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടിയായാണ് MA ബേബിയുടെ പ്രതികരണം. കേരളത്തിലെ തോൽവിയെപ്പറ്റി പഠിച്ച റിപ്പോർട്ട് MA ബേബി ഇന്നലെ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിരുന്നു. റിപ്പോർട്ടിന്മേൽ ചർച്ച തുടരുകയാണ്. അതേസമയം വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിനെ പറ്റി പാർട്ടി നിലപാടിൽ നിന്ന് വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച EP ജയരാജൻ ആയുർവേദ ചികിത്സയുടെ പേര് പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. വിഴിഞ്ഞത്തെപ്പറ്റി പാർട്ടിക്ക് ഭിന്നാഭിപ്രായമില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി തുടരുന്നതിനിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് കോഴിക്കോട് പ്രതികരിച്ചു. പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. ഓരോ നേതാക്കളും പറയുന്നത് അവരുടെ ശൈലിയും. അതിനുള്ള പ്രതികരണം അവരോട് തന്നെ ചോദിക്കണം. അങ്ങനെ ഒരു വിരുദ്ധാഭിപ്രായത്തിൻ്റെയും പ്രശ്നമില്ല. ഓരോ വ്യാഖ്യാനങ്ങളുണ്ടാവും. ഓരോരുത്തരും അവരവരുടേതായ ശൈലിയിൽ കാര്യങ്ങൾ പറയുന്നുമുണ്ടാവും. അതിനെ സംബന്ധിച്ചെല്ലാം ആധികാരികമായി തന്നെ ഇതിനോടകം വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാം വ്യവസ്ഥാപിതമായിരിക്കണം, നിയമപരമായിരിക്കണം, സർക്കാരിൻ്റെ അറിവിലും മുൻകൈയിലുമായിരിക്കണം. ഇത്തരം കാര്യങ്ങളല്ലേ പൊതുവെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ആവർത്തിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവാദത്തിന് സാധ്യതയില്ല. അതേസമയം വിഴിഞ്ഞം വിഷയത്തിൽ EP ജയരാജനും KK ശൈലജയും PK ശ്രീമതിയും ഇപ്പോഴും ഭിന്നാഭിപ്രായം തുടരുകയാണ്. ന്യൂസ് മലയാളം, ഡൽഹി, കോഴിക്കോട്.